വോയിസ് ഓഫ് മഞ്ചേരിയിൽ പുതിയൊരു വിഷയവുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരെയും വോയിസ് ഓഫ് മഞ്ചേരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ കാണുന്ന തോടാണ്, ചാലിക്കത്തോട്. നമ്മളെ മേലാക്കം, നെല്ലിപ്പറമ്പ് ഈ ഭാഗങ്ങളെയൊക്കെ ടച്ച് ചെയ്ത് പോകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തോടായിരുന്നത്. പണ്ട് കാലത്ത് ഒരുപാട് ശുദ്ധജലവും നല്ല മത്സ്യവും വളരെ ശുദ്ധമായിട്ടുള്ള ജലം പോയിരുന്ന ഈ തോട് കുടിവെള്ളത്തിനായിട്ടും മറ്റും പല ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ അവസ്ഥ ഇതല്ല. നമുക്ക് തന്നെ കാണാൻ സാധിക്കും, അത്രമാത്രം മലീമസമാണ് ഈ കാണുന്ന വെള്ളം. ഈ കാണുന്ന തൊട്ടടുത്ത് കാണുന്നത് ഒരു കോഴിക്കടയാണ്. അതിൽ നിന്നുള്ള വേസ്റ്റ് ഒഴുക്കി വിടുന്ന ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും. അത്രമാത്രം പ്രയാസകരമാണ് ഇന്ന് ഈ തോടിൻ്റെ അവസ്ഥ. എന്തുകൊണ്ട് ഇതാരും ശ്രദ്ധിക്കുന്നില്ല? അതല്ലെങ്കിൽ ആരും ഇത് കാണാഞ്ഞിട്ടാണോ? ഒരിക്കലുമല്ല. കാണേണ്ട ആളുകളൊന്നും തന്നെ ഇത് കണ്ണ് തുറന്ന് കാണുന്നില്ല എന്നുള്ളതാണ് സത്യം. ഈ ഒഴുകി വരുന്ന മലിനജലം തൊട്ടടുത്തുള്ള കിണറുകളിലും മറ്റും ഈ മലീമസമായിട്ടുള്ള വെള്ളം കയറുകയും ആ കിണറുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലാണ് പലപ്പോഴും ഇവിടെയുള്ള പരിസരവാസികൾ നമുക്ക് പരാതികളായിട്ട് തന്നിട്ടുള്ളത്. അത്രമാത്രം പ്രയാസകരമാണ് ഇന്ന് നമ്മുടെ ഈ തോടിൻ്റെ നമ്മുടെ പ്രദേശത്തുള്ള കുറച്ചൊക്കെ പ്രായം ചെന്നിട്ട ആളുകളോട് നമ്മുടെ ഈ തോടിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ മീൻ പിടിച്ച് കിടന്നിരുന്നത് ഈ തോട്ടിലൂടെയായിരുന്നു അല്ലേ. ഒഴിവ് സമയങ്ങളിൽ ഞങ്ങൾ ഉല്ലസിച്ചിരുന്നത് ഈ തോട്ടിലായിരുന്നു. പക്ഷേ ഇന്ന് ഇതിൻ്റെ അടുത്ത് പോയി നമുക്കൊന്ന് നോക്കി നിൽക്കാൻ പോലും സാധിക്കില്ല. കാരണം എല്ലാ വേസ്റ്റുകളും മഞ്ചേരിയിലെ ഒരുവിധം ഷോപ്പുകളിലെല്ലാം മലീമസമായിട്ടുള്ള വേസ്റ്റുകൾ ഒഴുകി പോകുന്നത് ഇന്ന് ഈ തോട്ടിലൂടെയാണ്. അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഈ തോട്ടിനെ നമ്മൾ സംരക്ഷിക്കണ്ടേ? നമ്മുടെ ഈ തൊട്ടടുത്തുള്ള ഒരു അമ്മ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഓരോ വീടിൻ്റെ അവസ്ഥ നമുക്കൊന്ന് കാണാം. നാശമായിട്ടുണ്ട്. കുടിവെള്ളം ഇല്ല, ഇതിന് എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല. ഇല്ല, കുടിക്കാനും മറ്റുള്ള സൗകര്യങ്ങൾക്കൊക്കെ അവിടെ നിന്ന് എന്താ ചെയ്യും? അപ്പുറത്തെ വീട്ടിൽ തന്നെ. അതാരോടെങ്കിലും പരാതിപ്പെട്ടിരുന്നു? ഒന്നും ചെയ്തിരുന്നില്ല. കുടിക്കാൻ പറ്റാതായത്. ഇവിടെ നിങ്ങൾ മാത്രമേ ഉള്ളൂ താമസം? അല്ല, മോനുണ്ട്. അതെ. കുടിവെള്ളം കൊണ്ടുകൊണ്ട് കുടിക്കാനൊക്കെ നമ്മൾ മോട്ടർ വെള്ളം അടിച്ചു കൊടുക്കും. കുടിക്കാനൊക്കെ അത്ര കഷ്ടപ്പാടാണ്. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് ഉറപ്പാണ്. ഒരു കുടുംബക്കാരനെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വാടകയ്ക്കൊന്നുമല്ല, കുടിക്കാനുള്ള വെള്ളം ഞങ്ങൾ മോട്ടർ അടിച്ചു കൊടുക്കും. കുടുംബത്തിലേക്ക് ഇതിനെ കുറിച്ച് വേണം. അത്ര കഷ്ടപ്പാടാണ്. ശരിയാക്കാൻ പറ്റുന്ന നയിക്കണം. അത്ര പറയാൻ നമുക്ക്. ഈ തോട് സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഈ കാണുന്ന പ്രദേശത്തുള്ള ഒട്ടനവധി ആളുകൾ അവരുടെ വെള്ളത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നത് ഈ തോടിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഈ തോട് എന്ത് ചെയ്യണം? സംരക്ഷിക്കപ്പെടണം. അതിന് വേണ്ടപ്പെട്ടവർ കണ്ണ് തുറക്കണം. ഈ തോട്ടിലേക്ക് ഒഴിച്ചുവിടുന്ന
തുറന്നുവിടുന്ന മാലിന്യം അത് നിർത്തലാക്കണം. അതിന് വേണ്ട നടപടി സ്വീകരിക്കണം. ഇത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്.